நீ பாதி நான் பாதி கண்ணே, அருகில் நீ இன்றி தூங்காது கண்ணே. நீ இல்லையேல் இனி நான் இல்லையே, உயிர் நீயே. நீ പാതി നാൻ പാതി കണ്ണേ. സിനിമയുടെ ഒരു ഘടനയൊക്കെ മാറി. തീർച്ചയായും. പാട്ടുകളുടെ ഒരു എണ്ണം കുറയുന്നു. അതെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കൂടുന്നു. ഗായകർ ഇത്രയും ഉണ്ട്. ഗായകരുടെ എണ്ണവും കൂടുന്നുണ്ട് ഒരു അതെ സൈഡിൽ അതെ അതെ കൂടെ. അതെ അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പാട്ട് സക്സസ് ആവുക അല്ലെങ്കിൽ ഹിറ്റ് ആവുക എന്ന് പറയുന്നത് സംതിങ് എന്താ പറയുക ഭയങ്കര വളരെ ലക്കാണ്. വലിയൊരു കാര്യമാണ്. ലക്കിലപ്പുറം ഭയങ്കര ഭയങ്കര അതെ വലിയൊരു വലിയ സംഭവം. അച്ചീവ്മെന്റ് ആണ് അത്. അതെ അതെ മകണമണിയുമി മലരിതൾ തഴുകുമൊരിളവയിൽ വിരലുകളെ, അലകളിൽ ഇളകിയും ഇലകളിൽ ഇടറിയുമീ വഴിയേ. വിജയൻ ആസ് എ കമ്പോസർ ഉം. ഒരു ഫ്രണ്ടുമാണ്. ഇത് രണ്ടിന്റെ ഇടയിൽ നിന്നിട്ട് വേണം ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അല്ല എങ്ങനെയായിരുന്നു? പാടുമ്പോ ഫ്രണ്ടൊന്നുമില്ല അവിടെ ബിജിക്ക്. അങ്ങനെയൊന്നുമില്ല. പാട്ട് കൃത്യമായിട്ട് പാടുക എന്നുള്ളൂ ആ സമയത്ത്. അതെ നമ്മളെ സംബന്ധിച്ചും ഫ്രണ്ട്ഷിപ്പ് ഇല്ലല്ലോ അവിടെ. കണ്ടു ഞാൻ തളിരു പോല കയ്യിലെന്നുടെ ഹൃദയമൈലാഞ്ചി, എൻ പ്രണയമൈലാഞ്ചി. അപ്പൊ അദ്ദേഹം പറയാണ് ജീവിതത്തിൽ ഇതുവരെ ഒരു പാട്ടുകാരൻ പാട്ട് പാടി അയ്യോ. കഴിഞ്ഞിട്ട് എന്നെ അതുവരെ വിളിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഞാൻ മൊത്തം അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ 6 പാട്ട് റഫീഖ് അഹമ്മദ് ബിജിബാൽ കോമ്പിനേഷനിൽ കോമ്പിനേഷനിൽ പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. തുഞ്ചൻ പറമ്പിലെത്തത്തേ വരൂ, പഞ്ചവർണ്ണ കിളിത്തത്തേ. ഇപ്പൊ ദേവരാജൻ മാസ്റ്ററിന്റെ വയലാർ കോമ്പിനേഷൻ ഒരുപാട് നാടകഗാനങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ റേഡിയോ സംഗീതം സജീവമായിരുന്ന സമയത്ത് ഇപ്പൊ TV അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ചാനലൊക്കെ ഇപ്പോഴാണ് വളരെ കൂടുതലായിട്ടുള്ളത്. റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ മ്യൂസിക് പ്രോഗ്രാംസ് ഒക്കെ TV ത്രൂ വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ പണ്ട് നമ്മുടെ എന്താ പറയുക സന്തത സഹചാരി എന്ന് പറയുന്നത് റേഡിയോ ആണ്. അപ്പോൾ റേഡിയോ സംഗീതം ഇപ്പോൾ ഗണേശേട്ടൻ റേഡിയോ സംഗീതം ഒരുപാട് എക്സ്പീരിയൻസും ഉള്ള ആളാണ്. കേൾവിയും ഉള്ള ആളാണ്. നാടകഗാനങ്ങളിലേക്ക് വരുമ്പോൾ ഗണേശേട്ടൻ്റെ ഒരു നാടകഗാന അനുഭവങ്ങളും പ്രിയപ്പെട്ട നാടകഗാനങ്ങളും അന്നത്തെ ആ ഒരു സമ്പ്രദായമൊക്കെ ഒന്ന്. KPSCയുടെ നാടക ഗാനങ്ങൾ കേട്ടാണല്ലോ അതെ. നമ്മളൊക്കെ വളർന്നത്. ഉം ഉം. അതിനുശേഷം ഒരു 100ഓളം നാടകങ്ങളിൽ പാടാൻ അവസരം ഉണ്ടായി ആ എനിക്ക്. അതില് എനിക്ക് ആദ്യം കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്നത് നാടകത്തിൽ നാടകഗാനത്തിനുള്ള പാടിയതിനുള്ള സംഗീത നാടക അക്കാദമി അക്കാദമിയുടെ അവാർഡാണ് അവാർഡ്. ഓക്കെ ഓക്കെ. 2006. ആഹാ അതൊക്കെയാണ് നാടകമായിട്ടുള്ള ആഹാ. എൻ്റെ ബന്ധങ്ങൾ. ഇപ്പൊ ചെയ്യാറുണ്ടോ ഇപ്പോൾ നാടകഗാനങ്ങൾ? വളരെ കുറഞ്ഞു. ഇല്ലേ? നാടകത്തിൽ ഇപ്പോൾ എനിക്ക് കൂടുതൽ അവസരങ്ങൾ തന്നിരുന്നത് സെബി നായരമ്പലം. വളരെ പ്രശസ്തനാണ്. ആ ആ ധാരാളം അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ആഹാ ആളാണ്. സിനിമാറ്റിക് ആണ്. അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന എല്ലാ ഒരു ഉം ഉം. സിനിമാറ്റിക് ആ ആ. സോങ്സ് ആണ്. തുഞ്ചൻ പറമ്പിലെത്തത്തേ വരൂ, പഞ്ചവർണ്ണ കിളിത്തത്തേ. തുഞ്ചന്റെ കച്ചമണികൾ കൊത്ത് കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ, നീലവിണ്ണിൻ കഥ പാടി മണിവീണകൾ മീട്ടിയ തത്തേ, സങ്കൽപ്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തേ. ഇക്കളിത്തട്ടിലിരിക്കാം ഒരു ഇത്തിരി നേരമെൻ തത്തേ, തെങ്ങിള നീരു തരാം ഞാൻ കുളിർതെന്നലിൻ ചാമരം വീശാം. അങ്ങനെ പോകും. ഇനിയാണ് ഗണേശേട്ടൻ്റെ ഒരു പ്ലേബാക്ക് സിംഗർ എന്നുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യമായിട്ട് അറിയാനുള്ള ആഗ്രഹം. ഇപ്പൊ വിജയേട്ടൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് അതെ ചെയ്തിരിക്കുന്നത് അതെ അല്ലേ? ആ, വിജിയുടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ള മെയിൽ സിംഗറും ഞാനായിരിക്കും. ആണ്. എനിക്കൊന്നും ഒരു 10-15 മേലെ സിനിമകൾ പാടിയിട്ടുണ്ട് വിജയേട്ടൻ്റെ 23 ഇല്ലേ? പാട്ടുകളായി. അല്ല സിനിമകൾ ഒരു സിനിമകള് അല്ലേ ആ ഒരുപാട് സിനിമകൾ 23 പാടിയിട്ടുണ്ടല്ലോ. പരം സിനിമകളിൽ ഉം ഉം. പാടിയിട്ടുണ്ട് ഞാൻ. ഉം ഉം. അതില് നമ്മൾക്ക് വയലിൻ തന്നെ തുടങ്ങാം. ആയിക്കോട്ടെ. വിജയേട്ടൻ്റെ കൂടെ ഉള്ള ആ ഒരു വിജയൻ ആസ് എ കമ്പോസർ ഉം. ഒരു ഫ്രണ്ടുമാണ്. ഇത് രണ്ടിന്റെ ഇടയിൽ നിന്നിട്ട് വേണം ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അല്ല എങ്ങനെയായിരുന്നു? പാടുമ്പോ ഫ്രണ്ടൊന്നുമില്ല അവിടെ ബിജിക്ക്. അങ്ങനെയൊന്നുമില്ല. പാട്ട് കൃത്യമായിട്ട് പാടുക എന്നുള്ളൂ ആ ആ സമയത്ത്. അതെ നമ്മളെ സംബന്ധിച്ചും ഫ്രണ്ട്ഷിപ്പ് ഇല്ലല്ലോ അവിടെ. ആ പുള്ളി മ്യൂസിക് കമ്പോസർ എന്നുള്ള നിലയ്ക്ക് നമ്മളവിടെ കാണുക. കാണാം. അപ്പോൾ പുള്ളി എന്ത് പറയുന്നു
പുള്ളി എന്താണ് പുള്ളിയുടെ കൺസെപ്റ്റ് ആഹാ. അത് സാറ്റിസ്ഫൈ ചെയ്യുക, ആ, ആ. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഒരുപാട് ഇപ്പോൾ ജോൺസൺ മാഷിൻ്റെ ആ ഒരു സമയം മുതലാണെങ്കിൽ കൂടുതലും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾക്ക് സിനിമയിൽ പാട്ടുകളുടെ കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിജയേട്ടനാണെങ്കിൽ ഒരുപാട് സിനിമകൾ രണ്ടും ചെയ്യാറുണ്ട്, അതെ, സ്കോർ ഒരുപാട് ചെയ്യാറുണ്ട്. നാഷണൽ അപ്പോൾ അവാർഡ് കിട്ടിയല്ലോ. അതെ അതെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കുറേയും കൂടെ എന്താ പറയുക ഒരു റിയലിസ്റ്റിക് ഒരു ഇതിലേക്ക് വരുമോ, സിനിമയുടെ ഒരു ഘടനയൊക്കെ മാറി, തീർച്ചയായും. പാട്ടുകളുടെ ഒരു എണ്ണം കുറയുന്നു, അതെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കൂടുന്നു, ഗായകർ ഇത്രയും ഉണ്ട്, ഗായകരുടെ എണ്ണവും കൂടുന്നുണ്ട് ഒരു അതെ സൈഡിൽ അതെ കൂടെ. അതെ അതെ അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പാട്ട് സക്സസ് ആവുക അല്ലെങ്കിൽ ഹിറ്റ് ആവുക എന്ന് പറയുന്നത് സംതിങ് എന്താ പറയുക ഭയങ്കര വളരെ ലക്കാണ്. വലിയൊരു കാര്യമാണ്. ലക്കിലപ്പുറം ഭയങ്കര ഭയങ്കര അതെ, വലിയൊരു വലിയ സംഭവം. അച്ചീവ്മെൻ്റ് ആണത്. അതെ അതെ ഇപ്പോൾ ഗണേശ് സുന്ദരം എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനെ ആളുകൾ വയലിനിലെ പാട്ടോ അല്ലെങ്കിൽ വിക്രമാദിത്യൻ്റെ ഉം. പാട്ടോ ഇതിൽ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പം ഗണേശേട്ടൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു തിരിച്ചറിയുമ്പോൾ ഒരു ഗായകൻ എന്ന നിലയിൽ ഗണേശേട്ടന് കിട്ടുന്ന ഒരു സന്തോഷവും നമ്മൾ എത്രയോ കാലമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ സംഗീതം കൊണ്ട്, വേറൊന്നും അതെ ചെയ്യുന്നില്ല, നമ്മൾ മ്യൂസിക് ഈസ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അച്ചീവ്മെൻറ്റ് ഇപ്പോൾ ജനങ്ങൾ അറിയുന്നതിനേക്കാളും അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പം നമ്മൾക്കുണ്ടാകുന്നൊരു തൃപ്തി ഉണ്ടല്ലോ, തീർച്ചയായും. അത് എത്രത്തോളം ഗണേശൻ്റെ പിന്നീടുള്ളൊരു മ്യൂസിക്കൽ ലൈഫിന് ഹെൽപ്ഫുൾ അല്ല ആയിട്ടുണ്ട്. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അത്തരം റെസ്പോൺസ് ആണല്ലോ, അതെ. അപ്രീസിയേഷൻസ് ആണല്ലോ. അപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല പാട്ടുകൾ ഇറങ്ങുമ്പോഴും. ഇപ്പോൾ ബിജിയുടെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ബിജിയുടെ ഒരു ഓൺ പ്രൊഡക്ഷൻ ഒരു പാട്ട് പാടിയിരുന്നു. ഉം, ഉം, അതൊരു ലവ് സോങ് ആണ്, മാപ്പിള ഉം, ഉം. പാട്ട് മാതിരിയുള്ള. ആ, അത് വളക്കിലുക്കിയൻ കൽബി നിറയത്ത് നീ കളമൊഴി ഇന്നിശലു പാടുമ്പോൾ കണ്ടു ഞാൻ തളിരു പോല കയ്യിലെന്നുടെ ഹൃദയമൈലാഞ്ചി എൻ പ്രണയമൈലാഞ്ചി, അങ്ങനെ ഒരു പാട്ട്. അത് ഇത് ഒരു വലിയ എഴുതിയതാരായിരുന്നു? എന്താ പറയുക, ഈ അടുത്തിടയ്ക്ക് അത്രയും അപ്രീസിയേഷൻ എനിക്ക് ഉം, ഉം, കിട്ടിയിട്ടില്ല. ഉം. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള അതെ രീതിയിൽ അതെ അതെ നന്നായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരൊക്കെ അതിന് വളരെ വലിയ രീതിയിലുള്ള വിജയേട്ടൻ്റെ അഭിപ്രായങ്ങളുണ്ട്. കോമ്പോസിഷൻ്റെ ഒരു സ്റ്റൈലും ഭയങ്കര എന്താ പറയുക എല്ലാം ഇങ്ങനെ ഓരോരോ സൈഡിൽ ഇങ്ങനെ എടുത്ത് ഓരോ രൂപങ്ങൾ ആ, പോലെയാണ് അതെ എടുത്ത് അതെ വെച്ച് അതെ നമുക്ക് അതെ ആ ഒരു വിഷ്വൽ അതെ ഇതിൽ അതെ നമുക്ക് കാണാൻ പറ്റും, വിഷ്വലി നമുക്ക് അവിടെ എത്താൻ പറ്റുന്നുണ്ട്, ആ ഒരു തീർച്ചയായിട്ടും. അതെ ഇമ്പാക്റ്റ് അതെ അതെ ഉണ്ടാക്കുന്നുണ്ട് വിജയേട്ടൻ്റെ അതെന്താ അതിന് പാട്ടിൽ. കാരണം വെച്ചാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വളരെയധികം നല്ല രീതിയിൽ സാഹിത്യബോധമുള്ള ഒരു അതെ അതെ സംഗീതജ്ഞനും അതെ കൂടെയാണ്. അപ്പോൾ അത് അത് അറിഞ്ഞു ചെയ്യാൻ പറ്റുമല്ലോ, ഉം, ഉം, അതാണ് അതിൻ്റെ റീസൺ. ഉം, ഈ ഉം, പറഞ്ഞ ഉം, പോലെ ഞാൻ ആക്ച്വലി 2002 സിനിമയിൽ പാടുന്നത്. ബിജി സിനിമ ചെയ്യുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഞാൻ 2-3 സിനിമകളിൽ പാടിയിരുന്നു. ഉം, ഉം, പക്ഷേ ഞാൻ ആസ് എ പ്ലേബാക്ക് സിംഗർ എന്നെ ജനം നോട്ട് ചെയ്തത് ബിജിയുടെ ഉം, പാട്ടുകളിലൂടെയാണ്. ഉം. അതിൽ ആദ്യം ഈ പറഞ്ഞ പോലെ വയലിനിലെ വയലിനില് ഹിമഗണമണിയുമി മലരിതൾ തഴുകുമൊരിളവയിൽ വിരലുകളെ അലകളിൽ ഇളകിയുമിലകളിലിടറിയുമീ വഴിയേ, ആ പാട്ടായിരുന്നു അതിനൊരു ആ ഒരു തുടക്കം. എനിക്ക് ഈ രാവിൻ്റെ അതെനിക്ക് രാവിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ഗണേശേട്ടൻ്റെ ഒരു സ്റ്റൈല് ഞങ്ങൾ കേൾവിക്കാരെന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുന്നത് മെലഡിയാണ്, ഒരു മെലഡി മാൻ ആണ് നമ്മളുടെ മനസ്സിൽ. അപ്പോൾ ഈ രാവിൻ്റെ വാത്മീകമൊക്കെ കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ അതെ അതെ തീർച്ചയായും. എനിക്ക് മറ്റേ വളരെ മറ്റേ കുറച്ച് ഫാസ്റ്റാണ്, ഇതെന്ന് പറഞ്ഞാൽ അതെ 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 ഭയങ്കര സൂതിങ് ആയിട്ടുള്ള ഒരു മറ്റേ പാട്ട്, എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര ന്യൂജൻ സോങ് ഇഷ്ടമാണ്. ആണ് ഹിമഗണം. അതെ അതെ ഇത് കുറച്ചുകൂടെ സിനിമയിൽ പക്ഷെ അത് അടിപൊളിയാണ്. അതെ അതെ അല്ല എനിക്കും പ്രിയപ്പെട്ട അതെ അതെ പാട്ടുകളിലൊന്നാണത്. ആ രാവിൻ്റെ വാത്മീകത്തിൽ തപസ്സിരിക്കുവതെന്തിനോ, ആയിരം ജ്വാലയായുദിച്ചു വരാനോ, ഭൂമി കറങ്ങി വരുന്നു കാലം തിരിച്ചു വരുന്നു, തുയിലുണര് കതിരോൻ തുയിലുണര്, മൗനത്തിൻ മുഖപടമൊരു കിളിയണിയുവതെന്തിനോ, ആയിരം നാവുകളോടിനിയുണരാനോ, പുതിയൊരു നാദം നീട്ടി പുലരൊളിരാഗം മീട്ടി, പറന്നുയര് കിളിയേ പറന്നുയര്, ആ ആ ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്, ഭയങ്കര നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു അത് പാട്ടാണ്. തീർച്ചയായിട്ടും അതെ. അതൊരു ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ഒരു സോങ് ആണ് അത് ലിറിക്കലി അതെ അതെ ഒക്കെ. അതെ ലിറിക്കലി അതിന്
ആയിട്ടുള്ളൊരു മ്യൂസിക്. അതൊരു ലിറിക്കിലേക്ക് മ്യൂസിക് പ്ലേസ് ചെയ്യുന്നൊരു ഒരു ബ്രില്യൻസ് അതെ. അത് വേണം. അതാണ് മ്യൂസിക് കമ്പോസർ. അതെ, അതെ, അതെ. വളരെ എന്താ പറയുക, ജനങ്ങൾ ഏറ്റെടുത്തൊരു പാട്ടാണ് വിക്രമാദിത്യനിലെ പാട്ട്. അത് അതിൻ്റെ റെക്കോർഡിങ്ങും അതിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടാക്കിയൊരു അനുഭവമൊക്കെ എന്ന് പറയും. ഇത് നമ്മുടെ അനിൽ പനച്ചൂരാൻ എഴുതിയ പാട്ടാണ്. അപ്പോൾ അനിൽ സിനിമയിൽ വരുന്നതിന് മുമ്പേ പരിചയമുള്ളതാണ്. അനിൽ എഴുതി കമ്പോസ് ചെയ്ത പാട്ടൊക്കെ ഇതിനു മുമ്പ് പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. കൂടാതെ ഇതിന് ഏറ്റവും ആദ്യം അതിനൊരു റെസ്പോൺസ് എന്ന് പറയാൻ എനിക്ക് കിട്ടിയത് ബിജിയുടെ ഭാര്യ ശാന്തിയിൽ നിന്നാണ്. ശാന്തി ഈ പാട്ട് റിലീസാകുന്നതിന് മുമ്പേ കേട്ടിരുന്നു. അപ്പോൾ എന്നിട്ട് എന്നെ കണ്ടപ്പോൾ വളരെ നന്നായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അത് എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അതായിരുന്നു ഇത് പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലായി. നമുക്ക് അങ്ങനെ ചില ഓർമ്മകൾ എല്ലാ കാലവും നമ്മുടെ കൂടെ ഉണ്ടാവുകയും. അപ്പോൾ ആ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ആദ്യ പിക്ചറൊക്കെ അതായിരിക്കും ചിലപ്പോൾ. പിന്നെ അതേപോലെ തന്നെ വെള്ളിമൂങ്ങയല്ലേ പാട്ട്, ഹിറ്റ്, ഒരു ഹിറ്റ് പാട്ടായിരുന്നു. അതെ, ഒരു ഹിറ്റ് പാട്ടായിരുന്നു. അതൊരു 2 വരി. തീർച്ചയായും. പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ, അഴകുരുകിയ മുത്തല്ലേ, പ്രണയമെഴുതു ദേവദൂതികേ, പള്ളിത്തിരുനാളിൽ പുതുവെള്ളിത്തേരിൽ ഉള്ളം ചേർന്നാമോദം തുള്ളിപ്പോകെ, കടലിൽ അലയും കാറ്റുപോലെ ഞാൻ. പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ, അഴകുരുകിയ മുത്തല്ലേ, പ്രണയമെഴുതു ദേവദൂതികേ. അടിപൊളി. ഇപ്പോൾ വിജയേട്ടൻ്റെ പാട്ടുകൾ ധാരാളം പാടുന്ന ഒരു ഇത് വെച്ച് നോക്കിയാൽ അപ്പോൾ നമ്മൾ മുന്നേ പറയുന്നത് ഇപ്പോൾ ബാബുക്ക ഭാസ്കരൻ മാഷ് കോംബോ, അർജുനൻ മാസ്റ്റർ ശ്രീകുമാരൻ തമ്പി കോംബോ എന്ന പോലെയൊക്കെ വിജയേട്ടൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അനിൽ പനച്ചൂരൻ സാറ്, പിന്നെ BK ഹരിനാരായണൻ, ഇങ്ങനെ റഫീഖ് അഹമ്മദ്, ഈ ഒരു ഇതിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഗായകരായിട്ട് ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ആ ഒരു കൂട്ടായ്മയിൽ ഈ ഒരു സാഹിത്യകാരന്മാരുടെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ അവരുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവുമല്ലോ പാട്ടുകളെ കുറിച്ചൊക്കെ. അവർക്കും ഒരു തീരുമാനം, ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹത്തിന് ഒരു പാട്ടുകളെ കുറിച്ച് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ ചർച്ചകളിലൊക്കെ അത് എങ്ങനെയാ? അത്തരം ചർച്ചകളിലൊന്നും ഞാൻ ഉണ്ടാകാറില്ല. അല്ല, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. മറ്റൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവരോടും ഒരു പ്രതിപത്തി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം റഫീഖ് സാർ എഴുതിയ ഒരു പാട്ട്, വയലിനിലെ പാട്ട്, അത് പാടി. ഓക്കെ, പാടി കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ റഫീഖ് അഹമ്മദ് ഉണ്ട്. അത് രണ്ടാമത് വീണ്ടും ഒരു പാട്ട് കൂടെ പാടി. അപ്പോൾ ഞാൻ ആലോചിച്ചു, 2 പാട്ട് പാടിയിട്ടും അദ്ദേഹത്തെ ഒന്ന് വിളിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അല്ല, അത് അവിടെയല്ല അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ജീവിതത്തിൽ ഇതുവരെ ഒരു പാട്ടുകാരൻ പാട്ട് പാടി കഴിഞ്ഞിട്ട് തന്നെ അതുവരെ വിളിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ മൊത്തം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നെ 6 പാട്ട് റഫീഖ് അഹമ്മദ് ബിജിപാൽ കോമ്പിനേഷനിൽ പാടിയിട്ടുണ്ട്. ശരിക്കും ഇപ്പം പണ്ടത്തെക്കാളും സാധ്യത കൂടുതലല്ലേ? അത് ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റ് കാരണം ഈ ദൂരം എന്ന് പറയുന്നത് പ്രശ്നമല്ലാതെ അതായിരിക്കാം മേ ബി കൂടിക്കാഴ്ചകളുടെ എണ്ണം കുറയുന്നത്. അല്ല, ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെ ഒരു ചർച്ചകളിൽ ചിലപ്പം പുതിയ കാര്യങ്ങൾ ഇപ്പൊ സംഭവിക്കാം. അങ്ങനെ ഒന്നുമില്ല. കാരണം ഇപ്പൊ പണ്ടെന്ന് പറയുമ്പോൾ സിനിമ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ സംവിധായകർ ഉൾപ്പെടെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററോ അല്ലെങ്കിൽ കഥ എഴുതിയ ആളോ ഒക്കെ ഉണ്ടാവും ഇപ്പൊ സ്റ്റുഡിയോയിൽ. പത്മരാജൻ സിനിമകളുടെ കഥയൊക്കെ പറയുമ്പോൾ ജോൺ സമാഷിന്റെ ആ ഒരു സ്റ്റോറിയൊക്കെ അദ്ദേഹത്തിന് മോൻ ഇങ്ങനെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അച്ഛൻ എന്ന് കമ്പോസ് ചെയ്യുമ്പോൾ ജോൺസേട്ടൻ അവിടെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കഥ പറയും. അപ്പൊ അതില് വേറെ സംവിധായകന്റെ ഒരു കാഴ്ചപ്പാടുണ്ടാവും, ഒരു സിനിമയുടെ ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടില്. മേ ബി അത് ഇപ്പൊ കൂടുതൽ നടക്കുന്നത് BGMലൊക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അല്ല, പാട്ടിലും ഉണ്ടാകാം. പക്ഷെ അതിൽ നമ്മൾ ഇടപെടേണ്ടി വരാറില്ല. പാട്ടുകാര് പിന്നല്ലേ നിശ്ചയിക്കപ്പെടുന്നുള്ളൂ. അതെ, അതെ, ഞാൻ ആകപ്പാട് ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമേ ബിജിയുടെ കൂടെ കമ്പോസിങ്ങിന് ഇരുന്നിട്ടുള്ളൂ. രാജസേന സാറിന്റെ ഒരു സിനിമ കുറച്ച് നാൾ മുമ്പ്. അതിൽ ഞാൻ പാടിയിട്ടില്ല, കമ്പോസിങ്ങിന് ഞാൻ പോയിരുന്നു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വെനീസിലെ വ്യാപാരി, അതെ, നല്ലൊരു പാട്ടാണ് അതെ, അത്. അതെ. അതൊരു പഴയ ഒരു പഴയ വയലും കാലം. അങ്ങനത്തെ ഒരു ഓർമ്മയൊക്കെ നമുക്ക് അങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് കേട്ടോ. അതാണ് സിനിമ അങ്ങനെ തന്നെ. പഴയൊരു കാലം. അതെ, അതെ, അതെ. കുട്ടനാടൊക്കെയാണല്ലോ. അതിലെ പാട്ടും തീർച്ചയായിട്ടും. അത് കഥകളൊക്കെ. കൈതപ്രം സാർ എഴുതിയ ആ പാട്ടായിരുന്നു. അത് ഡ്യുവറ്റാണ്, സുജ ഉം. ചേച്ചിയും ആ കൂടെ ചേർന്ന് പാടിയത്. കായൽ കരയിലാകെ പൊന്നാര്,
മുറ്റത്തെ കൽപ്പകമുത്തിൻ്റെ പൊന്നാര് വളകിലുക്കിയ കൈകൾ പിരിപിരിച്ച കയറിൽ കൂടിപ്പിടിച്ചു പിടിച്ചു കയറാമെല്ലാവർക്കും ഒത്തിരി പോകാൻ ഒത്തിരി നേടാൻ ഒത്തു പിടിക്കണമെല്ലാരും വന്നാട്ടെ. ഒരുപാട് മാറ്റങ്ങൾ, അതായത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ അത്തരം പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുന്ന അവസരങ്ങൾ സംഗീതജ്ഞർക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മ്യൂസീഷ്യൻസ് അതിനെ വളരെ വളരെ എന്താ പറയുക, പോസിറ്റീവായിട്ട് അതിനെ യൂസ് ചെയ്യുന്ന ഉണ്ടുണ്ട്. ഒരുപാട്. ഇപ്പം ഷാബാസിക്ക അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ എന്ന രീതിയിൽ അതെ അതെ വളരെ ഉം, സക്സസ്ഫുൾ ഉം. ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. ഇപ്പോൾ അതെ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഓടിപ്പോയി കേൾക്കും. അതെ പാടുന്ന പാട്ടുകൾ നമ്മൾ അങ്ങനെ ഈ വീണ്ടും ജനിക്കുന്ന പോലെയാണ് ബാബുക്കയുടെ പാട്ടുകളൊക്കെ നമ്മൾ അദ്ദേഹം പാടുന്നത്. കേൾക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ പോയിട്ട് ഇത് കേൾക്കാനിരിക്കുന്ന ഇതൊക്കെയാണ്, ആ പ്രാൺസഖിയോ അല്ലെങ്കിൽ അദ്ദേഹം പാടുന്ന പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ശിവരാമകൃഷ്ണൻ ഒരു ക്ലാസിക്കൽ ബേസ് വളരെ അധികമുള്ളൊരു സംഗീതജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തം ബാൻഡുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗണേശേട്ടനൊക്കെ വന്ന ഒരു ഇത് നമ്മൾ ഗണേശേട്ടനെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും എന്താ പറയുക, എനിക്ക് മറ്റേ സിനിമയിൽ മാത്രം പാടിയാൽ മതി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയല്ല. മ്യൂസിക് ഏതുമായിക്കോട്ടെ ഞാൻ പാടാമെന്നുള്ളൊരു അങ്ങനത്തെ ഒരു അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഗണേശേട്ടനെ സംബന്ധിച്ച് ഇത്തരം പുതിയ പുതിയ ഈ ജനറേഷനിൽ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ റിയാലിറ്റി ഷോസ് പുറത്ത് വിടുന്ന ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ കൂടെ ഇപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും സ്റ്റേജ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഉണ്ട്. അത്യാവശ്യം നല്ലോണം സ്റ്റേജ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റും ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു പെർഫോമൻസിൻ്റെ ഒരു സിനാരിയോ? പണ്ട് കാലത്ത് വിരലിൽ എണ്ണാവുന്ന ഗായകരെ ഉണ്ടായിരുന്നുള്ളല്ലോ. അതെ, അതിനുശേഷം ഇങ്ങനെ കാലം മാറുന്തോറും ഗായകരുടെ എണ്ണം കൂടി കൂടി കൂടി. വരികയാണ്. ഇപ്പോൾ അത് ഒട്ടനവധി ഗായകരുണ്ട്. അത് എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഹൈലി ടാലൻറ്റഡ് ആണ്, അതെ, എക്സ്പ്രസീവ് ആണ്, ടെക്നിക്കലി പെർഫെക്റ്റ് ആണ്. അങ്ങനെ ഒക്കെയുള്ള ഒരു മാറ്റമുണ്ട്. അത് ഉണ്ട്. നമ്മുടെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു വികാസത്തിൻ്റെയും കൂടെ ഭാഗമായിരിക്കും. അതെ, അപ്പോൾ അതെ. പണ്ടത്തെ കാലത്ത് ഉള്ള എന്താണ് ടെക്നിക്കൽ പെർഫെക്ഷനേക്കാൾ കൂടുതൽ ചെറിയ കുട്ടികളൊക്കെ തന്നെ, തീരെ ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ ഹെവിയസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ പാട്ട് എടുത്ത് പാടുന്നത് പാടുന്നുണ്ട്. കാണുമ്പോൾ നമ്മൾ ഈ അത്ഭുതപ്പെടും. ഗ്രൂമിങ്, അതായത് വോയിസ് കൾച്ചറിങ് എന്ന് പറയുന്ന ഒരു ആ ഒരു എന്താ പറയുക കാര്യം വളരെ കാര്യമായിട്ട് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട് പണ്ട് ഉണ്ട് അങ്ങനെയല്ല, ഗായകൻ ഉണ്ടൊന്നുമില്ല. അവൻ്റെ സൗകര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ തൊണ്ടയിൽ വരുന്നതാണ് അവർ പാടുന്നത്. ഇപ്പം അങ്ങനെയല്ല, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അതെ ട്രെയിനിങ്. വോയിസ് എങ്ങനെ യൂസ് അതെ ചെയ്യണം അതെ എന്നുള്ളത്. അത് അതൊക്കെ ഉണ്ട്. വളരെ വലിയൊരു പുരോഗതിയാണ് ശരിക്കും, തീർച്ചയായിട്ടും അതെ അതെ. അല്ലേ? പണ്ട് നമ്മളോട് തുറന്ന് പാടാൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പാട്ട് പറയുള്ളൂ. പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ് എല്ലാം തുറന്ന് പാടുക എന്നേ പറഞ്ഞിരുന്നത്. അപ്പോൾ തുറന്ന് പാടുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ശബ്ദം പെട്ടെന്ന് സ്ട്രെയിൻഡ് ആയി അത് ക്രാക്ക് വരും. അതെ അങ്ങനെ ഉം, ഉം. തൊണ്ട അടയ്ക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അതെ. അത് വോയിസ് എങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ആ ശീലം തന്നെ ഇപ്പോഴും പിന്തുടരുന്നു എന്നുള്ളതാണ് ആ, അവസ്ഥ. പിന്നെ ഒരു മനസ്സിലായി ഒരു മനസ്സിലായി. ഘട്ടം കഴിഞ്ഞാൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടല്ലേ, ശീലങ്ങളല്ലേ, അതെ അതെ അതെ. അതും പതിറ്റാണ്ടുകളുടെ ശരിയാണ്. ശീലമാണത്. അതെ. അല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജും അതാണ് ശരിക്കും. ട്രെയിനിങ് ചെറിയ കുട്ടികൾക്കൊക്കെ യങ്ങർ ട്രെയിനിങ് സ്റ്റേജിൽ കൊടുത്ത് തന്നെ അവർക്ക് ആ ഒരു ധാരണ ഉണ്ടാകുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതെ 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 വലിയൊരു അനുഗ്രഹമാണ്. അതെ. ഇപ്പോൾ പണ്ടത്തെ യുവജനോത്സവം പോലെയാണ് ഇപ്പോഴത്തെ റിയാലിറ്റി ഷോസ്. ഇപ്പോൾ ശ്രീരാഗിനെ പോലെയോ അല്ല അങ്ങനെ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം പണ്ടത്തെ യുവജനോത്സവം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സിംഗിൾ സ്റ്റേജേ ഉള്ളൂ. ഒരു അതെ. 5 മിനിറ്റേ നമുക്കുള്ളൂ. ഇയർലി വൺസേ ഉള്ളൂ അത്. അവിടെ നമുക്ക് വേറെ എന്താ റീടേക്ക് ഇല്ല. ആ ആ റിയാലിറ്റി ഷോ അങ്ങനെയല്ലല്ലോ. അല്ല, നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് അന്ന് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ, അതായത് സിംഗേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു അതെ അതെ പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം അതായിരുന്നു. അതെ അതെ യുവജനോത്സവമായിരുന്നു. അതെ എങ്കിൽ ഇന്ന് റിയാലിറ്റി ഷോസ് അത് ഒരുപാട് കറക്റ്റ്. സിംഗേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ട് ഉണ്ടാകുന്നു. ഉണ്ട് ഉണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ഒരു മൊത്തത്തിൽ കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നു. സംഗീതത്തെക്കുറിച്ചുള്ളതാണെങ്കിലും ഒക്കെ മാറിയിട്ട് അവർ നോർമലിൽ നിന്നും അവർ കുറച്ചും കൂടി അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ചെയ്യപ്പെടുന്നുണ്ട്. ആ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം ഗണേശേട്ടനൊക്കെ ഒരുപാട് കാലമായിട്ട് നിൽക്കുന്നൊരു ഗായകരാണ്. ഇതെങ്ങനെ ഈ രണ്ടിൻ്റെയും ഇടയിൽ, മീൻസ് ഇത് രണ്ടും കണ്ട് വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നത്, അല്ല ഇതിൻ്റെ ഒരു നമ്മള് ഇമ്പാക്റ്റ്? ഒരു പ്രായം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷൻ എന്നുള്ളത് അതൊക്കെ വിട്ടല്ലോ. നമ്മളൊരു വിട്ടു. അതെ അതെ പ്രൊഫഷണലായി. അതെ. നമ്മൾ ആ ഒരു ലെവലിൽ നമ്മളങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉം, ആ ഉം. കൂട്ടത്തിൽ ഇതൊക്കെ വരുന്നു, ആഹാ. നമ്മളത് കാണുന്നു, ആസ്വദിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരു ചാനലിൻ്റെ പ്രിലിമിനറി ജഡ്ജ്മെൻറ്റിൽ ഞാൻ പോയിരുന്നു. ആഹാ. കുട്ടികളെ
ജഡ്ജ് ചെയ്തൊക്കെ ആ, വിട്ടിട്ടുണ്ട്. ആ, ഓക്കെ, ഓക്കെ. ആ, ആ. ആ, അങ്ങനെയൊക്കെ ചെയ്ത് അല്ല, പോകുന്നുണ്ട്. ഇപ്പൊ വരുന്ന കുട്ടികൾ തന്നെ സ്റ്റേജ് ഷോസ് ധാരാളം ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പം അതെ. എബ്രോഡും ഒക്കെ ഒരുപാട് ധാരാളമായിട്ട്. അതിൽ ഷോസ് ഹിറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരം വരുന്നത് ഒന്നോർത്താൽ നമ്മളുടെ ഒരു കേരളത്തിൽ നിന്നുള്ള സിംഗേഴ്സ് വരുമ്പം അവർക്ക് അവസരങ്ങൾ കൂടുതൽ കിട്ടുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു കൾച്ചറിന് അത് വളരെ വളരെ ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരള എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ചെയ്യപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള ഗായകൻ ഇപ്പോൾ അമൃത രാജൻ അവർ ഇന്ത്യൻ ഐഡലിൽ പോയിട്ട് അതെ, അതെ, അതെ. മലയാളിയാണ്, കൊച്ചിക്കാരിയാണ്. അതെ, അതെ. അത് നമുക്കൊരു പ്രിയ ജെർസൺ ഒക്കെ. അതെ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് അഭിമാനിക്കാൻ ഒരുപാട് സംഗീതജ്ഞർ അതെ, വരുന്നുണ്ട്. ഉണ്ട്, ഉണ്ട്. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഇനി വരുന്നൊരു ജനറേഷനിൽ നമ്മൾ അഡ്വൈസോ അങ്ങനെയൊന്നുമല്ല. എന്നാലും നമ്മളുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഉം. ഗണേശേട്ടൻ്റെ ഒരു ഒരു സങ്കല്പം എന്താണ് ഇനി വരുന്നൊരു ഒരു ഒരു മ്യൂസിക്കൽ ഒരു സിനാറിയോ കേരളത്തിൻ്റെ എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെ ആയിരിക്കും, കുറേയും കൂടി വേണം എന്നൊക്കെ തോന്നുന്ന കാര്യം എന്താ? ഈ സംഗീതത്തിൽ ഇപ്പൊ ഓരോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതെ. ഇനി ഭാവിയിൽ എന്താ ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒന്നും ഇപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിട്ടില്ല. പറയപ്പെടുന്നത് എങ്ങനെയാണ് ഭാവിയിൽ പിന്നെ എന്താ പറയുക, ലോകം അവസാനിക്കാറാകുന്ന ഘട്ടം വരുമ്പോഴത്തേക്ക് ലോകത്തുള്ള എല്ലാവരും പാട്ടുകാരാകുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയായിരിക്കണം. ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആർക്കും പാടാമെന്നുള്ളൊരു തോന്നലുണ്ട്. ആ, ആ, ആ. പക്ഷേ എല്ലാവരും നല്ല പാട്ടുകാരല്ലല്ലോ. അല്ല, അല്ല. ഞാൻ പറഞ്ഞ ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ വന്നവരെ കുറിച്ചല്ല പറയുന്നത്. അല്ലാതെ മനസ്സിലായി. കോമൺ മെൻ ഉണ്ടല്ലോ. അതെ, അതെ. ആ. അവരങ്ങനെ ഒരു ചിന്താധാരയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ധൈര്യപൂർവ്വം പാടുന്നുണ്ട്. ഉം, പണ്ടൊക്കെ ഉം. സ്റ്റേജിൽ കയറി പാടാൻ എല്ലാവർക്കും പേടിയായിരുന്നു. ധൈര്യം ആ ധൈര്യത്തിൻ്റെ അളവ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു അതെ, അവസ്ഥയിലേക്ക് അതെ, ആളുകൾ അതെ, എത്തി. അതെ, അതെ. ഞാനിതാണ് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് ആളുകൾക്ക് അതെ. പ്രകടിപ്പിക്കാൻ ധൈര്യം കുറയുന്നില്ല ഇല്ല, 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 എന്നുള്ളതുകൊണ്ടായിരിക്കും മേ ഇല്ല. ബി. പണ്ട് ഷൈനസ് ഉണ്ട്, പേടിയുണ്ട്. അതെ. ഒരു ചിന്ത എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ യേശുദാസ്, ജയചന്ദ്രൻ, സുശീലാമ്മ, റാഫി സാബ്, കിഷോർദ, ഇവരൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖല ആണല്ലോ. നമ്മൾ അവരെയൊക്കെ അതെ, കേട്ട് അതെ, അതെ. വളർന്നവരല്ലേ. അപ്പം നമ്മളൊന്നും ഈ രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു പോലുമില്ല സത്യത്തിൽ. പിന്നെ അത് മാത്രമല്ല, വന്ന് നമ്മളതിനെ മലീമസപ്പെടുത്തരുന്നവരൊന്നും ചിന്തിച്ചെങ്കിൽ അതൊരു ഒരു കടന്ന ചിന്തയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെ വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ഒന്നാമത് നമുക്ക് വേറെ സാധ്യതകളും ഇല്ല. നമ്മൾ ഈ സിനിമയിലേക്കൊക്കെ വരും, അല്ലെങ്കിൽ ഇതുപോലെ ഇത് മ്യൂസിക് ഒരു പ്രൊഫഷനാക്കും ഉം, ഉം. എന്നൊന്നും നമുക്ക് ധൈര്യപൂർവ്വം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനോ ഉള്ള ഒരു സാധ്യതകളൊന്നും മുന്നിലുണ്ടായിരുന്നില്ല. നമ്മൾ ഉം, ഉം. അതിനുവേണ്ടി ഇങ്ങനെ സംഗീതം കൂടെ കൊണ്ട് നടന്ന് ഇങ്ങനെ സഞ്ചരിച്ചു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അല്ല ബാക്കിയെല്ലാം സംഭവിക്കുകയാണ്. വഴിത്തിരിവുകൾ ഉണ്ടായി വന്നത്. അല്ല, ഇപ്പം ആ ഒരു ഇൻഡസ്ട്രിയിൽ അതിൻ്റെ അടുത്ത കണ്ണികളായിട്ടാണ് ഇപ്പം ഗണേശേട്ടൻ അതെ. നിൽക്കുന്നത്. ഇപ്പം മ്യൂസിക് അല്ലാതൊരു പ്രൊഫഷനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളിപ്പോൾ സംഗീതം ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നതിന് മുമ്പ് ഒരു സാധാരണ എൻ്റെ അച്ഛനും അമ്മയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. ഉം, ഉം. അതുപോലെ എന്തെങ്കിലും ഒരു ക്ലറിക്കൽ സർക്കാർ ഉദ്യോഗം എന്നൊക്കെ ചിന്തിച്ചിരുന്നുള്ളൂ. ആ സമയത്ത് പക്ഷെ അങ്ങനത്തെ നിർബന്ധങ്ങളുണ്ടല്ലോ. നീ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുക, അതെ, എന്നിട്ട് അതെ, നീ അതെ. പാടാനൊക്കെ നടന്നാൽ പക്ഷെ വീട്ടിൽ മതി. അങ്ങനെ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല അല്ലേ? എൻ്റെ താല്പര്യം അനുസരിച്ച് ഓ, അത് പൊക്കോളാനുള്ളൊരു വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ട്. ഭാഗ്യമാണ്. ആ ഒരു സമയത്ത് അത്ര ഒരു അതെ, അതെ, ഫ്രീഡം അതെ. കിട്ടുക എന്നുള്ളത്. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ടെക്നോളജിക്കലി ഉള്ള ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ മെലഡൈൻ ചെയ്യുക അതുപോലുള്ള ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഭയങ്കരമായിട്ട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിൻ്റെ വരുന്ന ഔട്ട്പുട്ട് ക്വാളിറ്റി ഭയങ്കര അല്ലേ? അതെ, അതെ. നമുക്കറിയാം. അത് നമുക്ക് വേണ്ട വിധം അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം സ്റ്റുഡിയോ റെക്കോർഡിംഗ് എന്താ പറയുക, കുറച്ചും കൂടി എളുപ്പമായി അതെ, അല്ലേ? അതെ. കുറച്ചും കൂടി പണ്ടത്തെക്കാളും പണ്ടത്തെ രീതിയാണ് ഇപ്പോഴത്തെ ഈ ഒരു രീതിയാണ് കുറച്ച് ഇഷ്ടം ഏതാ? മനസ്സറിഞ്ഞ് പാടാൻ ഇഷ്ടം ഏതാണ്? അല്ല, ഇപ്പോഴാണെങ്കിലും ഒരു പല്ലവി അറ്റ് എ ടൈം, മീൻസ് ഒരു ഫുള്ളായിട്ടൊരു പല്ലവി തന്നെ പാടുക, അനുപല്ലവി ഫുള്ളായിട്ട് പാടുക. ആ ആഹാ. ഒരു ട്രെൻഡിലാണ് ഞാൻ അതിൻ്റെ ഒരു പാടിപ്പോകുന്നത്. മീനിങ്ങും അതിൻ്റെ അതെ, വാല്യൂം അതെ, കട്ട് ചെയ്യാതെ അതെ. പോവാന്നുള്ളത്. അങ്ങനെ ആ അങ്ങനെ ഒരു ഇത് അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പാടി പോകാറാണ് ആ, പതിവ്. ആ, ആ. അപ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ ചില വരികൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. ആ, അങ്ങനെ ആ. രണ്ടാമത് എടുക്കും. അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ. അത് പണ്ട് ഉള്ള പാട്ടുകാർ മിക്കവാറും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ശീലിക്കുന്നത്. ആ അവരുടെ ഒരു ശീലം അതാണ്. ഒരുപാട് വർഷത്തെ ഒരു പ്രാക്ടീസ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു അതെ, ആ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷേ എന്നാലും ടെക്നോളജി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിവതും ഈ മെലഡൈൻ അല്ലെങ്കിൽ ഓട്ടോ ട്യൂണിംഗ് ഇല്ലാതെ എൻ്റെ വോയിസ് പുറത്ത് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ജെന്യൂൻ അതാണ്. ജെന്യൂൻ ആയിട്ടുള്ള സംഭവം അതാണല്ലോ. അതെ, അതെ, അതെ. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഈ മെലഡൈനൊക്കെ ഇല്ലാത്ത അതിന് മുമ്പല്ലേ നമ്മൾ പാടി തുടങ്ങിയത്. അതെ, അതെ. അത് ഇതൊന്നും പണ്ട് ഈ ഇല്ലായിരുന്നു. ഗാനമേളകളിലൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ഇപ്പോൾ ഇന്നൊരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സൗണ്ട് ടെക്നോളജി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അന്ന് അതൊന്നും ഇല്ലാതെ ഒന്നുമില്ല. അന്ന് മോണിറ്റേഴ്സ് ഇല്ലല്ലോ. ഒന്നുമില്ല. മോട്ടോ അപ്പോൾ സ്പീക്കറിൽ. ഇത്രയും ഓഡിയൻസിനിടയിൽ ഇത്രയും ബഹളത്തിന് ഓഡിയൻസിനിടയിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടാവും. അത് ബഹളം തന്നെയായിരിക്കും. അപ്പോൾ കൈയടിച്ചാലും അതിനൊരു അതെ, അതെ. ശബ്ദമുണ്ട്. അപ്പോൾ അതിനിടയിൽ എങ്ങനെയാണ് ഈ സൗണ്ടിന് ക്രാക്ക് വരാതൊക്കെ എങ്ങനെ ഗാനമേളകളൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ല, ശരിക്കും? അന്നൊക്കെ എന്ന് പറഞ്ഞാൽ റെഗുലർ പ്രോഗ്രാംസ് ആയിരുന്നു. ആഹാ. എൻ്റെയൊക്കെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു സീസൺ പകുതി കഴിയുമ്പോൾ തന്നെ ഞാനൊക്കെ വീക്കാവും. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ക്രാക്ക് വെള്ളിയൊക്കെ വീഴും. സ്റ്റേജിലൊക്കെ ആ. പാടുമ്പോൾ രാത്രി അത്
അൺടൈമിലല്ലേ പാടുക. അതെ അതെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഉറക്കമില്ലാതാണ് അഫക്റ്റ് പാടുക. ഇപ്പോൾ ചെയ്യുമല്ലോ. ഒന്ന് ട്രിവാൻഡ്രത്താണ് ഒരു ദിവസം പ്രോഗ്രാമെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ തലശ്ശേരിയിലായിരിക്കും പ്രോഗ്രാം. ഇപ്പോൾ ഈ വണ്ടിയിൽ കിടന്നുള്ള ഉറക്കം മാത്രമേ ഉറക്കം ഉണ്ടാവുള്ളൂ. മാത്രമേ ഉള്ളൂ. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെ. തരം പിന്നെ സിംഗേഴ്സിന്. അന്ന് പിന്നെ കുറച്ചുകൂടി ചെറുപ്പമായതുകൊണ്ട് നമ്മളതൊക്കെ അതിജീവിച്ചു ഒരു പരിധി അതിജീവിച്ചു. വരെയൊക്കെ. അങ്ങനെയൊക്കെ പോയതാണ്. അങ്ങ് ഗാനമേളകളിൽ ചെയ്ത ഒരു കാലത്ത് ഞാനൊരു സിനിമ പിന്നണി ഗായകനാവും എന്ന് മനസ്സിലപ്പോഴൊക്കെ ഇല്ലില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഇല്ല. ചിന്തിച്ചിട്ടില്ല നമ്മൾ. ഇല്ലില്ല. അയ്യോ. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മൾ അല്ല പലതും ഇങ്ങനെ ആകാൻ ശ്രമിച്ചു. ഇപ്പോൾ നമ്മൾ ഗാനമേളയിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ നേരത്തെ ആ പറഞ്ഞല്ലോ ഓഡീഷൻ പാസ്സായത്. ആഹാ അപ്പോൾ അത് വേറൊരു വഴിയാണല്ലോ, നമുക്ക് പാടാനുള്ള അവസരമാണ്. ഉം പിന്നെ ഉം ഉം. ആ സമയത്ത് തന്നെ പിന്നെ കാസറ്റ്സിലേക്ക് പാടാനുള്ള വന്നു അവസരം വന്നു വന്നു. ആ ആ. പിന്നെ അതിനുശേഷം എങ്ങനെയോ ഞാൻ സിനിമയിലെത്തി. ഇനി ഉള്ള ഇപ്പം ഇത്രയൊക്കെയായി നമ്മൾ ആഗ്രഹിക്കാതെ വന്ന കാര്യങ്ങളാണ് ഇത്രയും. ഇനി ആഗ്രഹങ്ങൾ എന്താ ഭയങ്കര വലിയൊരു ഡ്രീമൊക്കെ ഉണ്ടാവുമല്ലോ. ആരുടെയെങ്കിലുമൊക്കെ പാട്ട് പാടണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് അല്ല, ആഗ്രഹിക്കുന്നൊരു എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ട്. രഹസ്യം പറഞ്ഞാൽ. ഇല്ല, അത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഇളയരാജ സാറിൻ്റെ ഓ ഒരു പാട്ട് പാടിയാൽ ഉം കൊള്ളാം ഉം. ആഗ്രഹം ആഗ്രഹമുണ്ട്. ഉണ്ടെന്നുള്ളൂ. ആ നമുക്കെന്താ ഇളയരാജ സാറിൻ്റെ ഒരു പാട്ട് ഇപ്പം പാടാം. നീ പാതി ഞാൻ പാതി കണ്ണേ, അരികിൽ നീ ഇன்றி தூங்காது கண்ணே, நீ இல்லையே இனி நான் இல்லையே உயிர் நீயே, நீ ഓ, பாதி நான் பாதி கண்ணே, അരികിൽ നീ ഇன்று തൂങ്ങാത് കണ്ണേ. അടിപൊളി. അത് ആ ഒരു അവസരം തേടി വരട്ടെ ഗണേശേട്ടനെ. മീറ്റ് പാട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, മീറ്റ് ഇല്ല. ചെയ്തിട്ടില്ല. ഇല്ല, ഉം ഉം ഉം. അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഉം അങ്ങനെയൊന്നും ഉം ഉം. ശ്രമിച്ചിട്ടില്ല. അവരെയൊക്കെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ലേ? ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ ആ അദ്ദേഹം പറഞ്ഞിട്ട്, എടാ നീ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. പുള്ളി എഴുതിയതും ആ അദ്ദേഹം കമ്പോസ് ചെയ്ത പാട്ടുകളും ഉം പാടിയിട്ടുണ്ട്. ഉം ഉം. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നീ ഇന്ന ഇന്ന പാട്ടുകൾ നീ പാടിയെന്ന് കാസറ്റിലാക്കി എനിക്ക് അയക്ക്, ഞാൻ രാജ സാറിനെ കേൾപ്പിക്കാം ഉം എന്നൊക്കെ പറഞ്ഞു. ഉം. അങ്ങനെ ഞാൻ കാസറ്റാക്കി പുള്ളിക്ക് കൊടുത്തു. അയച്ചു ആ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ. അത്രേ ഉള്ളൂ. ജോൺസൺ മാഷിൻ്റെ പാട്ട് അല്ലെങ്കിൽ ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ട് ഇവരുടെ ആ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അവരുടെ കൂടെയൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിലൊക്കെ സ്റ്റേജ് പ്രോഗ്രാംസോ? ഇല്ല, എനിക്ക് ആ പറഞ്ഞ ഇപ്പോൾ മോഹൻ സിത്താര ആ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. മീൻസ് കുറച്ച് കോറസൊക്കെ പാടി അങ്ങനെ ഉം ഉം ഉണ്ട്. ഉം. പക്ഷേ ജോൺസൺ മാഷായിട്ട് ഞങ്ങളുടെ ഒരു അസോസിയേഷൻ്റെ കാര്യത്തിൽ അന്ന് എനിക്ക് തോന്നുന്നത് മാക്ട ഫെഡറേഷൻ്റെ ഉം ഉം. മ്യൂസീഷ്യൻസ് അസോസിയേഷൻ ഉം ഉം അതിൽ ഉം. ഞാനും ഒക്കെ മെമ്പറായിരുന്നു. ആ സമയത്ത് ഒരു മീറ്റിങ്ങിൽ സാറ് വന്നിരുന്നു. അങ്ങനെ ഉള്ളൊരു പരിചയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒട്ടനവധി പേര് അദ്ദേഹത്തിൻ്റെ ഒപ്പം സഹകരിച്ചിട്ടുണ്ട്. ആഹാ. അതൊരു ഭാഗ്യം ഇല്ലാതെ പോയിട്ടുണ്ട് എനിക്ക്. സമം പോലെ ഒരു ഒരു ഓർഗനൈസേഷൻ വെൽഫെയർ അല്ലേ? വെൽഫെയർ അത് വെൽഫെയർ ഓർഗനൈസേഷൻ അല്ലേ? അസോസിയേഷൻ. അതെ. അസോസിയേഷൻ. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ആവശ്യ കലാകാരന്മാർക്കുള്ള ഒരു സപ്പോർട്ടും അതെ അതെ കാര്യങ്ങളൊക്കെയാണ് അതിൽ. അതെ അതൊക്കെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ്. അതെ പ്രോഗ്രാംസ് നമ്മൾ കേൾക്കുന്ന സമയത്ത് തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ കേൾവിക്കാരൻ മാത്രമാണ്. അതിൽ വരുന്ന എല്ലാം ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം മലയാളം ഫിലിം മ്യൂസിക് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള പാട്ടുകാർ മുഴുവൻ വരുന്നുണ്ട്, പാടുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഇപ്പം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഡെഡിക്കേഷനായിട്ട് വരണം. ഇത്തരം ഒരു അസോസിയേഷനിലൂടെ എങ്ങനെയാ നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഒരു ഓർമ്മകൾ, അതായത് ഇപ്പം അർജുൻ മാസ്റ്ററിൻ്റെ ഒരു ഇത് ചെയ്യാം, അതുപോലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടോ നിങ്ങളങ്ങനെ? ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഹാ ഹാ ഇപ്പോൾ കഴിഞ്ഞ വർഷം ആ, എന്താ പറയുക, പെരുമ്പാവൂർജി ആ അദ്ദേഹത്തിൻ്റെ ഹാ അദ്ദേഹത്തിനൊരു ഗുരുപൂജ കൊടുത്തു. ഗുരുപൂജ. ഓക്കെ ഓക്കെ. ആ ട്രിവാൻഡ്രത്ത് വെച്ച്. ആ ഹാ പിന്നെ തൃപ്പൂണിത്തുറയിൽ വെച്ച് കാവാലം നാരായണ പണിക്കർ സാറിന് ഓക്കെ ഓക്കെ. ആ ഹാ അങ്ങനെ ചെയ്തു. ആ ഹാ പിന്നെ IMA ഹാളിൽ വെച്ച് നമ്മുടെ ജെറി അമൽദേവ് സാറിൻ്റെ ശരി. ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ പി ജയേന്ദ്രൻ സാർ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ അത് ഒരു എനിക്ക് ഒരു ഓർമ്മയുണ്ട് ആ ഒരു അനുസ്മരണം ഉം ഉം. പ്രോഗ്രാം ഉം. ഗംഭീരമായിട്ട് നടത്തി. ആ അതിൻ്റെ ഒരു വർഷം തികഞ്ഞപ്പോഴും ഞങ്ങളത് നടത്തിയിരുന്നു. നടത്തി. ആ ഹാ പിന്നെ ഇപ്പോൾ വലിയൊരു മെമ്മറബിൾ പ്രോഗ്രാം ഇപ്പോൾ നടത്തിയത് പാലക്കാട് സമം നമ്മുടെ SPB സാറിൻ്റെ ആ ഒരു കണ്ടു. ഒരു പൂർണ്ണകായ പ്രതിമ. പ്രതിമ അവിടെ സ്ഥാപിക്കുകയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള സിംഗേഴ്സ് ഒക്കെ വന്ന് ഹരിജിയൊക്കെ ഹരിജി വന്നിട്ടുണ്ടായിരുന്നില്ലേ? വന്നിരുന്നു, ചിത്ര ചേച്ചി, ആ മനോ, ചിത്രചേച്ചി. പിന്നെ എന്താ കീരവാണി സാറ്, ഉം ഉം. SPBയുടെ ഫാമിലിയിൽ എല്ലാവരും ഉം വന്നിരുന്നു. ഉം ഉം. അത് കണ്ടു. SPB ഞാൻ വീഡിയോസ് ചരൺ ക്ലിപ്സ് ഒക്കെ ഉൾപ്പെടെ എല്ലാവരും കണ്ടിരുന്നു. ആ ആ എല്ലാവരും വന്നിരുന്നു. അങ്ങനെ പിന്നെ ആഹാ. ഞങ്ങൾ സമത്തിലെ ഗായകരും ഗായകരോ? ഓക്കെ ഒക്കെ ഓക്കെ. ആയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഉം ഉം ഉം. കാലത്തേക്ക് ഓർമ്മിക്കാൻ തക്കതായിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത്തരം ഇനി അതുപോലെ കൂട്ടായ്മകൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്തരം തീർച്ചയായിട്ടും പിന്നെ കൂട്ടായ്മകൾ. പിന്നെ അതൊക്കെയാണ് നമ്മുടെ കടമ. അതാണല്ലോ അതെ ഇവരെ അതെ അതെ. ഇവരെയൊക്കെ നമ്മൾ ആദരിക്കുക.
ഇവർക്കൊക്കെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ അതെ, സാധിക്കുക. തീർച്ചയായിട്ടും. അതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യവും. ലക്ഷ്യം. പിന്നെ കൂടെ അതിനുപരി വെൽഫെയറാണ്. ഇപ്പോൾ ഒത്തിരി പ്രായം ചെന്നവരും ഉം. ഇപ്പോൾ രംഗത്ത് അധികം സജീവമല്ലാത്ത ആയിട്ടുള്ള കുറച്ച് ഗായകരെ ഞങ്ങൾ പെൻഷനൊക്കെ കൊടുത്ത് തീർച്ചയായിട്ടും അത് സഹായിക്കുന്നുണ്ട്. ചെയ്യേണ്ട ഒരു അതെ, അതെ, കാര്യമാണ്. അതെ. നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ നോക്കുന്ന പോലെ തീർച്ചയായിട്ടും. അതെ. മ്യൂസിക്കലി വിത്ത് സുജി ഇത് നമ്മൾ കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാനൊരു കേരളത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു മ്യൂസിക്കിനോടുള്ള ഒരു ഇഷ്ടവും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഞാൻ തിരഞ്ഞെടുത്തൊരു കാര്യം കൂടിയാണ് എനിക്കിങ്ങനെ മ്യൂസിഷ്യൻസിനെ ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തുടങ്ങിയതാണ്. അതിൽ ഗണേശേട്ടൻ വന്നതിലും അതിൽ ഇത്രയും കാര്യങ്ങൾ ഇത്ര മനോഹരമായിട്ട് സംസാരിച്ചതിലൊക്കെ ഒരുപാട് നന്ദി. എല്ലാ കാലത്തും ആ ഒരു സ്നേഹവും ബഹുമാനമൊക്കെ നമ്മൾ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഒരുപാട് നന്ദി. വളരെ സന്തോഷം. ഞാനും സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ വരണമെന്ന്. കാരണം താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ പ്രസന്റേഷനും ഈ ചാനലിന്റെ അപ്പിയറൻസും ഒക്കെ ഞാൻ പല എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇതിൽ വന്നിരുന്നല്ലോ. ആ ഹാ അതുകൊണ്ട് തന്നെ ഞാൻ അത് എല്ലാം കേട്ടിരുന്നു, കണ്ടിരുന്നു. അപ്പോൾ എനിക്കും ഇതിൽ വരാൻ സാധിച്ചതിൽ എനിക്ക് നന്ദിയുണ്ട്, സന്തോഷം. ഒരുപാട് സന്തോഷം താങ്ക് ഗണേശേട്ടാ. യു, താങ്ക് യു. അപ്പോൾ ഇനിയും ഒരുപാട് പാട്ടുകൾ പാടി എന്താ പറയുക ഈ ജീവിതകാലം മുഴുവൻ ഒരു വലിയൊരു സംഗീതജ്ഞനായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് യു.